യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രം എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ചങ്ങാതി നീ ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ ജ്യേഷ്ഠാനുജനും നീ തന്നെ. വിശ്വസ്തനായ ചങ്ങാതി നീ ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. വലഞ്ഞപ്പോ ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ. നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ. നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം
വിശ്വാസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. എത്രയും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയാൽ നാം വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. നിർവ്യാജമായ വിശ്വാസം, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച്. സ്തോത്രം. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. അതുകൊണ്ടാണ് ദൈവസ്നേഹം ഉളവാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് കൊതിയുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് നാം കേട്ടിട്ടുണ്ട്, പലപ്പോഴും നാം അത് അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ചിലപ്പോഴെങ്കിലും കർത്താവിനെ മറന്നു പോകുന്നില്ലേ? ചില പരീക്ഷകൾ നേരിടുമ്പോൾ ചിലപ്പോഴെങ്കിലും കർത്താവിനെ മറന്നു പോകുന്നില്ലേ? ആ സ്നേഹം നാം വിശ്വസിക്കാതെ പോകുന്നില്ലേ? നിരാശ വരാറില്ലേ? നാം ലോകത്തിൻ്റെ വഴിയിൽ കൂടി പോകുമ്പോൾ ലോകമനുഷ്യർ നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ലോകത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ നാം പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും യേശുവിനെ മറക്കാറില്ലേ? യേശുവിൻ്റെ സ്നേഹം മറന്നു പോകാറില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ, നിർവ്യാജമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നാം വായിക്കും, സ്നേഹം ഒരിക്കലും ഉതിർന്നു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഡിവൈൻ ലവ്, ദൈവത്തിന് സ്തോത്രം. അഗാപ്പെ, ദൈവത്തിന് സ്തോത്രം. ഒരു സാധാരണ സ്നേഹമല്ല അത്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, കത്തിജ്വലിക്കുന്ന സ്നേഹം, ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം എന്നെ മൂടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായാൽ നാം വിജയിച്ചു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിലാണ് ഈ നിർവ്യാജമായ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ നമുക്ക് വായിച്ചു കേൾക്കാം. മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായൊരു കാര്യമാണ്. തീമോഥെയോസിനെ പൗലോസ് ശ്ലീഹ വിളിച്ച് പറയുകയാണ്, മകനെ, എൻ്റെ മകനെ തീമോഥെയോസേ. ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ നിജപുത്രൻ എന്നാണ് വിളിക്കുന്നത് തീമോഥെയോസിനെ. വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസേ. 2-ാം ലേഖനം ആരംഭിക്കുമ്പോൾ എൻ്റെ പ്രിയ മകനായ തീമോഥെയോസേ എന്നാണ് ദേവദാസൻ വിളിക്കുന്നത്, അപ്പോസ്തലൻ വിളിക്കുന്നത്, പ്രിയ മകനായ തീമോഥെയോസ്. അപ്രകാരം ഹൃദയം കൊണ്ട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു പ്രിയ ശിഷ്യൻ തീമോഥെയോസ്, ഏഷ്യ മൈനറിൻ്റെ ബിഷപ്പ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തീമോഥെയോസിന് പറയുകയാണ്, എൻ്റെ മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ ഈ ആജ്ഞ, ഈ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്നതായ തിരുവചനം, ആ വചനം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ അനേകർക്ക് ഇത് പകർന്നു കൊടുക്കണം. നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. ഒരു
സഭയുടെ പ്രധാന ശുശ്രൂഷകൻ, ആ സഭ നടത്തുന്ന ദൈവത്തിൻ്റെ ദാസൻ ഒരു വ്യക്തിക്കൊരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് അത് അവനെക്കുറിച്ച് ദൈവം കൊടുക്കുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണമാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പൗലോസ്ലീഹ തീമോഥെയോസിനോട് പറയുകയാണ്, നിന്നെക്കുറിച്ച് എനിക്കുണ്ടായ ചില പ്രവചനങ്ങൾക്കൊത്തവണ്ണമാണ് ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നത്. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നീ വിശ്വാസമുള്ളവനായിരിക്കണം, നല്ല മനസാക്ഷിയുള്ളവനായിരിക്കണം. ഈ വചനം അനുസരിച്ച് നീ നല്ല യുദ്ധസേവ ചെയ്യണം. നീ ദൈവത്തിൻ്റെ പോരാളിയാകണം, കർത്താവിൻ്റെ പടയാളിയാകണം, നല്ല യുദ്ധസേവ ചെയ്യണം. ദൈവത്തിൻ്റെ സ്തോത്രം. എതിർപ്പുകൾ നേരിടാം, നിനക്ക് വലിയ ഭീഷണികൾ നേരിടാം. ജീവന് തന്നെ എന്നെപ്പോലെ നിനക്കും ജീവന് ഭീഷണി ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചു വരും, എല്ലാം സംഭവിക്കാം. പക്ഷേ നല്ല മനസാക്ഷി വേണം, നിനക്ക് നല്ല വിശ്വാസം വേണം. എങ്കിൽ ഈ വചനമനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യാൻ പറ്റും, കർത്താവിന് വേണ്ടി പോരാടാൻ നിനക്ക് പറ്റും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു സാധന പാഠമായിരിക്കണം. കർത്താവിൻ്റെ വിശ്വസ്തരായി നിൽക്കുക, നല്ല മനസാക്ഷിയുള്ളവരായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ കർത്താവ് നമ്മെ ശുശ്രൂഷ പരമേൽപ്പിക്കും. ഇന്നല്ലെങ്കിൽ നാളെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഇഷ്ടമൊന്നും അവിടെ നടക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കും. എന്താ കാരണം? നല്ല മനസാക്ഷി. എൻ്റെ ഹൃദയം ശുദ്ധമാണ്, നല്ലൊരു മനസാക്ഷി എനിക്കുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെക്കുറിച്ച് വിധിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് എന്നോട് സ്നേഹമാണ്, എൻ്റെ കർത്താവിന് എന്നോട് സ്നേഹമാണ്. മതി പ്രിയപ്പെട്ടവർ. ആ സ്നേഹാഗ്നി ഉള്ളിൽ കത്തിയാൽ കർത്താവിന് നമ്മെ കൊണ്ട് പ്രയോജനപ്പെടും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം, 19-ാം വാക്യം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ വില്ലിങ്നെസ് ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദ വില്ലിങ്നെസ് ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ വില്ലിങ്നെസ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനും കേൾക്കുവാനും അത് ശ്രദ്ധിക്കുവാനും അത് സംഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും വചനം അനുസരിക്കുവാനുമുള്ള ആ വില്ലിങ്നെസ്, ആ നല്ല മനസ്സൊരുക്കം, അതാണ് നല്ല മനസാക്ഷി. നല്ല മനസാക്ഷി ഇല്ലെങ്കിൽ എന്തു പറ്റും? ഇവിടെ പറയുന്നു, വിശ്വാസ കപ്പൽ തകർന്നു പോകും. നാം ചിന്തിച്ചു വന്നത് നല്ല വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം, എന്ത് വിശ്വാസം? അത് വിലയേറിയ വിശ്വാസമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നിർവ്യാജ വിശ്വാസമാണ്. ആ നിർവ്യാജമായ വിശ്വാസം അതൊരു കപ്പലാണെങ്കിൽ, ആ കപ്പലിലാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസ കപ്പൽ തകർന്നു പോയാൽ എന്തായിരിക്കും അനുഭവം? കപ്പൽ തകർന്നു പോയാൽ പെരുവെള്ളത്തിൽ അകപ്പെട്ടു, നശിച്ചു, തീർന്നു. അതുകൊണ്ട് വിശ്വാസം എന്നതായ ആ കപ്പൽ, അതിലാണ് നാം യാത്ര ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് അക്കരദേശത്തേക്കുള്ള യാത്രയാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടരുത്. സ്തോത്രം. പാട്ടുകാരൻ പാടി. ദൈവത്തിന് സ്തോത്രം. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരി. ദൈവത്തിന് സ്തോത്രം. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം തകരാതെ നോക്കണം. എന്ത് സാഹചര്യം വന്നാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, ഈ കാലങ്ങളിൽ എത്രയോ ഒറ്റപ്പെടുത്തലുകൾ, പീഡകൾ, ദൈവമേ ഒത്തുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമാക്കുകയും അനേകരെ ഇത് പറഞ്ഞ് വഞ്ചിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ ഈ കാലങ്ങളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഉത്തമമായ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികൾ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നേരിട്ടിട്ടും ദൈവത്തിന് സ്തോത്രം, ദൈവം വലിയൊരു കൃപ അടിയന് ചെയ്തു. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവ് എൻ്റെ വിശ്വാസ കപ്പൽ തകരാതെ നോക്കി. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം കേട്ടിട്ടും, എന്തെല്ലാം അനുഭവിച്ചിട്ടും, എന്തെല്ലാം ഒറ്റപ്പെടുത്തലുകൾ വന്നിട്ടും, പ്രിയപ്പെട്ടവർ, എൻ്റെ കർത്താവിനെ നോക്കി, കർത്താവിൻ്റെ ക്രൂസിനെ നോക്കി. അതേ, ഇവരാരും അല്ലല്ലോ എനിക്ക് വേണ്ടി മരിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവല്ലേ എനിക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് യേശുവല്ലേ. അവനെ മാത്രമല്ലേ ഞാൻ നോക്കി നടക്കാനായിട്ട് അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനെയല്ലേ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചത്. അവനല്ലേ എന്നെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം യേശു മാത്രമാണ്. അതുകൊണ്ട് എനിക്കൊരു മനുഷ്യനെയും ഭയമില്ല.
പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യനെ ഞാൻ നോക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ത് നോക്കാനാണ് പ്രിയപ്പെട്ടവർ? ഏറ്റവും കൂടിയാൽ ഒരു മരണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, കൃപയാൽ എൻ്റെ ദൈവം എനിക്ക് നല്ല ധൈര്യം തന്നിരിക്കുകയാണ്. 72 വയസ്സ് കഴിഞ്ഞു. ഇനി മരിച്ചാലെന്ത് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു ചങ്കിനകത്തുണ്ടെങ്കിൽ, ആ തിരുരക്തം എൻ്റെ വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ഭയപ്പെടാനാണ്? ആരെ ഭയപ്പെടാനാണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു എത്ര നല്ലവൻ! അവൻ എന്നെ സ്നേഹിക്കുന്നു പ്രിയരെ. അവൻ എന്നെ കരുതുന്നു പ്രിയപ്പെട്ടവരെ. എൻ്റെ കാര്യങ്ങൾ അവൻ നോക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അവൻ നോക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ കാര്യം അവൻ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. നോക്കണം കേട്ടോ, വിശ്വാസക്കപ്പൽ തകരാതെ നോക്കണം കേട്ടോ. വചനം സ്വീകരിച്ചോളണം കേട്ടോ. വചനം നിങ്ങൾ വായിച്ച് ധ്യാനിച്ച്, സത്യമായ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെയെല്ലാം സംഗ്രഹിച്ച് അനുസരിച്ച് ജീവിക്കണം. ഓരോ വചനവും കേൾക്കുമ്പോൾ അനുസരിക്കാൻ തീരുമാനമെടുക്കണം. ജീവിതം കർത്താവിന് സമർപ്പിക്കണം. പുതിയ പുതിയ സമർപ്പണങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എടുക്കണം. പുതിയ സമർപ്പണങ്ങൾ എടുക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവർ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ്. അമേരിക്കൻ പ്രസിഡന്റിനും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനും അല്ലെങ്കിൽ പാവപ്പെട്ട എനിക്കും ഒരേ ഡ്യൂറേഷനാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. 24 മണിക്കൂർ എന്ന് പറയുന്നത് 24/7. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമയമില്ല എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല. കർത്താവ് തരുന്ന ഓരോ നിമിഷവും നമ്മുടെ സമയമാണ്. പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥന വേണം. ഞാൻ പ്രായോഗികമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കുടുംബ പ്രാർത്ഥന ദൈവമേ ഒരിക്കലും മുടക്കാതെ നിങ്ങൾക്ക് ഇടയാകല്ലേ. കുടുംബമായി ഒന്നിച്ചിരുന്ന് അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒന്നിച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. തനത് പ്രാർത്ഥന നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായി നിങ്ങൾ യേശുവും ഞാനും, എൻ്റെ യേശുവും ഞാനും മാത്രമുള്ളപ്പോൾ ഇരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് ഹൃദയം പകരണം. ആ പാപിനിയായ സ്ത്രീ ഹൃദയം പകർന്നതുപോലെ കണ്ണുനീരുകൊണ്ട് തൃപ്പാദം കഴുകണം. ആ തൃപ്പാദം ചുംബിക്കണം. നിങ്ങൾ ആ തൃപ്പാദം നിങ്ങളുടെ തലമുടി കൊണ്ട് തുടയ്ക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പരിമള തൈലം കൊണ്ട് അവരെ പൂശണം. എന്താണ് അതിൻ്റെ അർത്ഥം? വിശുദ്ധിയുടെ സുഗന്ധം ഉയരണം. മനസ്സറിഞ്ഞൊരു പാപം വരികയില്ല എന്ന് നിഷ്ഠ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. എന്ത് വന്നാൽ ഞാൻ പാപത്തിലേക്കില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ ആരാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തേടി വരും. യേശുവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് അഗ്നിജ്വാലയായി ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ആ സ്നേഹത്തിൽ നിങ്ങൾ മുങ്ങുവാൻ തുടങ്ങും. നിങ്ങൾ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങും. ആരാധന കിട്ടാൻ തുടങ്ങും. നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന്, നിങ്ങളുടെ അന്തർഭാഗത്ത് നിന്ന് സ്തുതി ഉയരാൻ തുടങ്ങും. അതാണ് യേശുവിനെ സ്തുതിക്കുന്ന ആരാധനയുടെ സ്തുതി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ സ്തുതി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേണ്ട ഇതൊക്കെ നമുക്കൊക്കെ അനുഭവിക്കണമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ. ആ സ്തുതിയുടെ ചിറകിലാണ് നാം പറന്നുയരുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്തുതിക്കുന്ന ഒരു ഹൃദയം, ആ സ്തുതി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ കടന്നുപോയാലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗീയ മാലാഖമാർ വരും. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ ഗണങ്ങൾ, മാലാഖമാർ കൂട്ടം കൂട്ടമായി വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും കർത്താവിന് സന്നിധിയിലേക്ക്. ആ പുനഃമുഖം കാണുവാൻ തക്കവണ്ണം അവിടെയുള്ള സ്വർഗീയ സദസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സ്വപ്നം. ഇതെല്ലാം വെറുതെ സ്വപ്നം കണ്ടാൽ പോരാ പ്രിയപ്പെട്ടവർ. ഇത് അനുഭവമാകണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് ഇത് സാധിപ്പിക്കാനല്ലേ നമ്മെ ഒരുക്കുന്നത്, വചനം തന്ന് നമ്മെ ഒരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു ചിലർ വിശ്വാസ കപ്പൽ തകർന്നു പോയ ചിലരെക്കുറിച്ച്. എന്താണ്? ഹ്യുമനയോസും അലക്സന്തരും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അപ്പോസ്തലൻ വളരെ വേദനയോടെ പറയുകയാണ്, തീമോഥെയോസിനോട് പറയുകയാണ്, മോനെ, 2 പേര് നശിച്ചു പോയല്ലോ. അവർ വിശ്വാസക്കപ്പൽ തകർന്നു പോയല്ലോ. വിശ്വാസത്തിൽ നിലനിന്നവരാണല്ലോ. വിശ്വാസത്തെ വിട്ടുഴന്നവർ മാറിക്കളഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, കർത്താവ് ആശ വെച്ച് വളർത്തിക്കൊണ്ട് വന്നവർ, കർത്താവ് അവരെ ഏറ്റവും സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വിശ്വസിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോയവർ വിട്ടുപോയല്ലോ. വിശ്വാസക്കപ്പൽ തകർന്നു പോയല്ലോ. അനേകര വിശ്വാസക്കപ്പൽ തകർന്നു പോകാൻ അവർ തന്നെ കാരണമായല്ലോ. എന്തുണ്ടായി? അവർക്ക് എന്താ അനുഭവം ഉണ്ടായത്? ഈ ഹ്യുമനയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ ദൂഷണം പറഞ്ഞു. ദൈവമക്കളെക്കുറിച്ച് ദൂഷണം പറഞ്ഞു. സ്തോത്രം. നടത്തിയ ദൈവമക്കളെക്കുറിച്ച് ദൂഷണം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ പകർന്നു കൊടുത്ത, ക്രിസ്തുവിൽ നിന്ന് വചനം സ്വീകരിച്ച് പകർന്നു കൊടുത്ത് നടത്തിയ, സകല സത്യത്തിൽ വഴി നടത്തിയതായ അനുഗ്രഹീതായ ദാസനെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം അവർ ദൂഷണം പറഞ്ഞു.
അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഒരു വലിയൊരു നീക്കുപോക്കില്ലാത്ത പാവം, പരിശുദ്ധാത്മാവിനെതിരായ പാവം. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിക്കണേ എൻ്റെ ദൈവമക്കളെ, തെറ്റ് പറ്റല്ലേ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരെ ഏൽപ്പിച്ചു എന്നാ? സാത്താനെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോസ്തലൻ വേദനയോടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അതിങ്ങനെയാണ് പറയുന്നത്, ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു സൈറ്റൻ. എനിക്ക് സാത്താനെ ഏൽപ്പിക്കേണ്ടി വന്നു അവരെ, കാരണം അവർ പരിശുദ്ധാത്മാവിനും ദൈവദാസനും എതിരായിട്ട് ദൂഷണം പറഞ്ഞു. ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു സൈറ്റൻ ടു പണിഷ് ദം. ശിക്ഷ ഏൽക്കണം, ശിക്ഷണം ലഭിക്കണം. ടു പണിഷ് ദം until they could learn not to bring shame to the name of Christ. യേശുക്രിസ്തുവിനാണ് അവർ ലജ്ജ ഉണ്ടാകുന്നത്. യേശുക്രിസ്തുവിനെയാണ് അവർ നാണിപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മുഖമാണ് കുനിഞ്ഞു പോയത്. ദൈവമേ, അനേക കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ എങ്കിലേക്ക് നിങ്ങൾ നടത്തിയവരെ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. until they could learn not to bring shame to the name of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ക്ഷീണം, ലജ്ജ, അപമാനം വരാതിരിക്കാൻ വേണ്ടി അവരെ ശിക്ഷിക്കാൻ ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. അവസാനം പറയും, ദൈവത്തിൻ്റെ ആത്മാവ് തള്ളിക്കളയുന്ന ചില രംഗങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്ന കർത്താവ് പറഞ്ഞല്ലോ, ഈ ലോകത്തിലും ക്ഷമിക്കുകയില്ല, വരാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്നാൽ ദൈവം കൈവിട്ട് കളയുന്ന ഒരു അനുഭവമാണിത്. ഇങ്ങനെ ചില ഭാഗങ്ങൾ കൊരിന്ത്യ ലേഖനം വായിക്കും, 1 കൊരിന്ത്യർ 5:5 നമ്മളിങ്ങനെ കാണും. വായിക്കണ്ട പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. സൂക്ഷിക്കണം. എപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം തരുന്നവരെ ബഹുമാനിച്ചും ആദരിച്ചും ആ വചനം അനുസരിച്ചും, യേശുക്രിസ്തുവിനെ പ്രതി എനിക്ക് വചനം തന്നതിൻ്റെ യേശു, എന്നോട് സംസാരിച്ചത് എൻ്റെ യേശു, ഒരു മനുഷ്യനല്ല കേട്ടോ, യേശുവാണ് എന്നോട് സംസാരിച്ചത്. അനേക അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ തലമുറകളെയും യേശുവിലേക്ക് നടത്തണം കേട്ടോ. യേശുവിനെ കൊടുക്കണം കേട്ടോ. യേശുവിൻ്റെ വചനം കേൾപ്പിക്കണം കേട്ടോ. അവർ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തിരുവചനം അവരെ കേൾപ്പിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അവരെ യേശുവിൻ്റെ നാമത്തിൽ അവരെ പ്രാർത്ഥനകൾ പഠിപ്പിക്കണം കേട്ടോ. യേശുവിനെ വിളിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ അലക്സാണ്ടർ ഹൊമനയോസും അവർ ദൈവത്തിൻ്റെ നല്ല വചനം തള്ളിക്കളഞ്ഞു. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ വിശ്വാസക്കപ്പൽ തകരുന്നത്? ദൈവത്തിന് സ്തോത്രം. വചനം ധിക്കരിക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നാം നിഷ്ഠയോടെ നാം സ്വീകരിക്കേണ്ടതായ വലിയൊരു കാര്യമാണിത്. ഈ വിശ്വാസക്കപ്പൽ ഏത് സമയത്തും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ചോദ്യങ്ങൾ വന്നാൽ മതി, സംശയങ്ങൾ വന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ, പരിശുദ്ധാത്മാവാണോ ഇത്? സംശയം വന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രസംഗിക്കുന്നവരെ ആരെയും നോക്കണമെന്നല്ല ഈ പറയുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നതെങ്കിൽ ഭയപ്പെടണം. വല്ല പാവപ്പെട്ടവനൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, ഒരു കഴിവില്ലാത്തവനായിരിക്കും പ്രിയപ്പെട്ടവർ, എന്നെപ്പോലെയൊക്കെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ ഭയത്തോട് ശ്രദ്ധിക്കണം. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ കുർബാനയിൽ നമ്മെ ഓർപ്പിക്കും. അപ്പോൾ നാം പറയും, കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം, കരുണ തോന്നണമേ എന്നാണ്. പാപങ്ങളൊന്നും ഓർക്കല്ലേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഭയവും വിറയലും ഇല്ലാതെ ജീവിച്ചു പോയി, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മെ കൊണ്ട് ഏറ്റു പറയിക്കും, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? കർത്താവായ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും, ആ തിരുരക്തം ഗുണകരമായി സംസാരിക്കുന്ന രംഗമാണ്. ആ മേശയാണ്, ആരാധനയുടെ മേശയാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുശരീരക്തങ്ങളിൽ ആഘോഷിക്കുന്നതായ ആ മേശ, വാഴ്ത്തുന്നതായ ആ മേശ, ദൈവത്തിൻ്റെ സ്തോത്രം. സ്വർഗീയ മേശ, സ്വർഗീയ വിരുന്ന് മേശ. അതുകൊണ്ടാണ് പറയുന്നത്, ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് പിന്നെയും നമ്മെ ഓർപ്പിക്കുകയാണ്. പട്ടക്കാരൻ ഉടനെ നമ്മെ ഓർപ്പിക്കും. ദൈവം എന്താണ്? വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമേ ഈ വിശുദ്ധതകൾ കിട്ടുകയുള്ളൂ. ഈ വചനം സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധി വേണം, വെടിപ്പ് വേണം, ഹൃദയം ശുദ്ധമാക്കണം, നല്ല മനസാക്ഷി വേണം. ദൈവത്തിന് സ്തോത്രം. നല്ല ഹൃദയം വേണം, ശുദ്ധമായ മനസാക്ഷി വേണം. ദൈവത്തിന് സ്തോത്രം. നിർവ്യാജമായ വിശ്വാസം വേണം. അങ്ങനെ വെടിപ്പും വിശുദ്ധിയുള്ളവർക്ക് മാത്രം ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. അപ്പോൾ നാം ഏറ്റു പറയും,
നാം ഏറ്റുപറയും. എല്ലാ അർത്ഥമുണ്ട്. നാം ഏറ്റുപറയും. എന്താണ്? പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ദൈവമേ, ഞാനൊരു അശുദ്ധനാണ്, ഞാനൊരു പാപിയാണ് കർത്താവേ. പാപിയായ ഞങ്ങളാരും നന്മ ഉള്ളവരല്ല കർത്താവേ. ഒരു നന്മ എനിക്ക് പറയാനില്ല. ആകെ പരിശുദ്ധരെന്ന് പറയുന്നത് പിതാവാൻ ദൈവം, പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. എൻ്റെ കർത്താവേ, ഞാൻ മഹാപാപിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഉടനെ അടുത്ത വാഗ്ദാനം വന്നു. തൻ്റെ മനോഗണത്താൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, തൻ്റെ തിരുമേനിയുടെ വലിയേറിയ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ള സകലത്തെയും പരിപൂർണമായി തെളിയിക്കുന്ന ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം എന്നേക്ക് വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് ആരാധന, അതാണ് സ്തുതി. പിതാവ് നമ്മോടുകൂടെ, യേശു ക്രിസ്തു നമ്മോടുകൂടെ, പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. നമുക്ക് തലകളെ വണങ്ങാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണോ ഈ അനുഗ്രഹം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. തിരുശരീരരക്തങ്ങൾ വാഴ്ത്തുന്നതായ എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ തീ ഇറങ്ങുന്നതായ ശുശ്രൂഷയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തലകളെ വണങ്ങാം. യേശുവിൻ്റെ മുമ്പിൽ തല വണങ്ങാം. കർത്താവേ, ഞാൻ മഹാപാപിയാണെന്ന് ഏറ്റുപറയുന്നു. എനിക്ക് വേണ്ടി ക്രൂശിന്മാരുടെ രക്ഷക എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ സ്വർഗീയ നന്മകളാൽ എന്നെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഊതണമേ. രക്ഷ നൽകണമേ. വിശ്വാസം നൽകണമേ. സ്നേഹം പകരണമേ. വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. കർത്താവേ, തിരുരക്തത്താൽ എന്നെ മുദ്രയിടണമേ. യേശുവേ, ഇതിൻ്റെ വചനം കേട്ട മക്കളെ എല്ലാം തൃക്കരം ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. തലമുറകളായി അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. ഓരോരുത്തരെയും ശിരസിൽ തിരുരക്തം പുരട്ടണമേ. നിന്റെ മക്കളായി ദൈവമേ, നിന്റെ പ്രിയ മക്കളായി എല്ലാവരെയും സ്വീകരിക്കണമേ. സ്വർഗരാജ്യത്തിൽ പേരുള്ളവരായി, സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി ഞങ്ങളെ സ്വീകരിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. സകലോടിക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. അപ്പ കൃപയോടെ കേട്ടുത്തരമേളുമാറാകണമേ. ആമേൻ. സ്തോത്രം.